വരുവാണോ? എല്ലാരും ഓടി വരുവാണോ? എല്ലാം നന്നായിട്ട് അറിയാമല്ലോ. തലീന്ന് ഞാൻ എത്ര മണ്ടക്കൊണ്ടല്ല നമ്മളെന്തിനാ വന്നിരിക്കുന്നത് അറിയാം ഇവിടെ? നിങ്ങളെന്തിനാ വന്നിരിക്കുന്നത്? നമ്മളെന്തിനാ വന്നിരിക്കുന്നത്? ആഹാ, വിത്ത് വിതയ്ക്കാനറിയോ? വിത്ത് വിതച്ച എന്നാ കിട്ടുന്നേ? നെല്ല്. നെല്ലിന്ന് എന്തുണ്ടാവുന്നത്? അരിയാണോ കഴിക്കുന്നേ? അതാ വിത്ത് വിതയ്ക്കാം. അങ്കിൾമാര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ പാടത്തിന്റെ പേരെന്തറിയോ? ഭ്രാന്തൻ പത്തങ്കരി പാടം. നിങ്ങൾ എവിടെ സ്കൂളിൽ നിന്നാ വരുന്നേ? കുമാരനല്ലൂർ സ്കൂള്. വെരി ഗുഡ്. ലീല സ്കൂൾ. എല്ലാരും എവിടെയാണോ പഠിക്കുന്നത്? എന്നെ കൂടെ ചേർക്കോ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാണോ? പ്രാർത്ഥിച്ചു. സംരംഭമായി മാറുവാനായിട്ട് തുടർന്നും ഇവർക്ക് കൃഷിയുടെ നല്ല ഒരു മേഖലയിലേക്ക് പ്രോത്സാഹനം നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ അങ്ങയുടെ ദേവാലയത്തിൽ നൽകുവാനുള്ള ദശാംശവും ആദ്യഫലങ്ങളും ഇവരെ സമർപ്പിക്കുവാനായിട്ട് ഇവർക്ക് ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ഇവരെയും ഇതിൽ അധ്വാനിക്കുന്നവരെയും ഇതിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ, പ്രകൃതിയുടെ നല്ല കാലാവസ്ഥ നൽകി ഈ ഇത് പൂർണ്ണ വളർച്ചയിലെത്തി ഇത് അനേകർക്ക് ആഹാരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കൃപകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അടിപൊളിയായിട്ട് 100 മീൻ. എല്ലാരും കുറച്ച് കുറച്ചിട്. നിരത്തി എറിഞ്ഞാൽ പോയിട്ട് മതി.